ഇന്ന് നമ്മളൊരു ഷെമ്മീസ കട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് 3ാമത്തെ ക്ലാസ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത്, നമുക്കറിയാമല്ലോ, കൊച്ചുകുട്ടികളായാലും വലിയവരായാലും ഇടുന്ന ഒരു ഷെമ്മീസ്. അപ്പോൾ ആദ്യം എടുക്കേണ്ടത് ഇറക്കമാണ്. ഇറക്കം എടുക്കുന്നത് ഒരു 18 ഇഞ്ച് എടുക്കുക. 18 ഇഞ്ച് ഇറക്കത്തിന് 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. അപ്പോൾ മൊത്തം 20 ഇഞ്ച്. പിന്നെ എടുക്കേണ്ടത് വണ്ണം എടുക്കേണ്ടത് ഇങ്ങനെ. വണ്ണം എടുക്കേണ്ടത് ഇതേപോലെ നമുക്ക് ആദ്യം ഒരു ബോക്സ് ആക്കാം. ഈ 18 ഇഞ്ചും 20 ഇഞ്ച്, 18-ലൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി 20 ഇഞ്ച് എടുത്തു. അപ്പോൾ വണ്ണം എടുക്കേണ്ടത് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ആക്കിയതിന് ശേഷം നോക്കാം. ഇതിപ്പോൾ തുണി 4ആയിട്ട് മടക്കിയിട്ടേക്കാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്തേക്കുന്നത് ഇറക്കം, ഇങ്ങനെ എടുത്തേക്കുന്നത് വണ്ണം. തുണിയെ 4ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മടക്കിയിടുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 4-ൽ 1 ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. 4-ൽ 1 ഭാഗം. ഇപ്പം 25 ഇഞ്ച് വണ്ണമുള്ളൊരു കൊച്ച്, അല്ലെങ്കിൽ 26 ഇഞ്ച് വണ്ണമുള്ളൊരു കൊച്ച്. 26 ഇഞ്ച് വണ്ണമുള്ളൊരു കൊച്ചിന്, ഒരു കുട്ടി, ആ 26 ഇഞ്ച് വണ്ണം വരുമ്പോൾ ഒരു 5, 6, 7 വയസ്സ് വരെ വരും. 5 മുതൽ 7 വയസ്സ് വരെ വരും. അപ്പോൾ നമ്മൾ ഈ അളവിൽ, ഞാൻ ഈ പറയുന്ന അളവിൽ കട്ട് ചെയ്ത് തയ്ച്ചാൽ ഒരു 7 വയസ്സ് വരെ, 5, 6, 7 ഇങ്ങനെ 5 മുതൽ 7 വരെയുള്ള വയസ്സിൽ നമുക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇടാം ഈ അളവിൽ. ഇപ്പം ഞാൻ എടുക്കുന്നത് ചെസ്റ്റ് വേണ്ട എത്ര, 26. 26 ഇറക്കം ലെന്ത് 18 പ്ലസ് 2 ഇഞ്ച്. ഇതിനാ ഇവിടെ നമുക്ക് മടക്കി തയ്ക്കാനും അടിഭാഗം മടക്കി തയ്ക്കാനും ഷോൾഡർ ജോയിൻ ചെയ്യാനും കൂടാണ് 2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് 26-ന്റെ 4-ൽ 1 ഭാഗം കാണണം. 26-ന്റെ 4-ൽ 1 ഭാഗം കാണുമ്പോൾ നിങ്ങളിങ്ങനെ ടേപ്പ് നോക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞ അളവ് 26. 26-നെ ഇങ്ങനെ 2ആയിട്ട് മടക്കുമ്പോൾ 2 ഭാഗം ഇങ്ങനെ ഇതേപോലെ മടക്കുക. ഇപ്പം 4ആയിട്ട് മടക്കിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6.25 കിട്ടി. അപ്പം 26-ന്റെ 4-ൽ 1 ഭാഗമാണ് 6.25. 6.25 ഇവിടെ വേണ്ട. എന്നിട്ട് 1 ഇഞ്ച് കൂടെ ലൂസ് കൂട്ടണം. അപ്പം മൊത്തം 7.25. ഓക്കെ, അപ്പോൾ ഈ തുണി 7.25 ഈ കാണുന്നത് കേട്ടോ. വണ്ണത്തിൻ്റെ 4-ൽ 1 ഭാഗം കൊണ്ട് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4ആയിട്ട് ഭാഗിച്ചിട്ട് 1 ഭാഗം എടുക്കുന്നു. അതാണ്. എന്നിട്ട് അതാണ് ഈ കണ്ടേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ വന്നേക്കുന്നത് ഈ കുട്ടിക്ക് 10. 10 വരുമ്പം എപ്പോഴായാലും ഷോൾഡർ കാണുമ്പോൾ 10-ന്റെ ഇപ്പോൾ ഷോൾഡർ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി എടുക്കണം. 10 ഷോൾഡർ വന്നേക്കുന്നത്. അപ്പോൾ 5 വന്നിട്ട് 5-ൽ നിന്ന് അവിടെ നിന്നാണ് ഈ ഷോൾഡറിൽ നിന്നാണ് കൈക്കുഴി വരുന്നത്. അപ്പോൾ കൈക്കുഴി നമുക്ക് എത്ര, ഈ ഷോൾഡർ തന്നെ 5 കൊടുക്കാം. 5 തന്നെ ഷോൾഡർ. ഇപ്പോൾ എത്ര മനസ്സിലായല്ലോ? ഇറക്കത്തിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി 18 പ്ലസ് 2 20. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4-ൽ 1 ഭാഗമാണ് ഈ കാണുന്നേക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡറിൻ്റെ പകുതിയാണ് ഇത്. എത്ര? 5. അവിടുന്ന് 5 കൈക്കുഴി 5.5. ഇതാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ വരുന്നത് കേട്ടോ. ചെസ്റ്റ് ലൈൻ വന്നേക്കുന്നത് ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ കോർണറിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്തിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ഷേപ്പ് കാണണം. ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട്. ഈ 5.5-യുടെ സെൻറ്റർ കണ്ടിട്ട് 2.5, 5-ന്റെ സെൻറ്റർ കണ്ടിട്ട് ഇങ്ങനെ നമുക്ക് ഷേപ്പ് എടുക്കും കണ്ടോ. അപ്പോൾ ഇത് കുഴിച്ച് വെട്ടുന്നതാണ് ആം ഹോൾ കർവ് എന്ന് പറയും, ആം ഹോൾ റൗണ്ട് എന്ന് പറയും കേട്ടോ. ഷോൾഡറിൽ നിന്ന് കൈക്കുഴി വന്നത് 5, അവിടുന്ന് ചെസ്റ്റ് ലൈൻ കൊടുത്തേക്കുന്നതാണ് ഇങ്ങനെ മുട്ടിയേക്കുന്നത്. അവിടെ ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കൈക്കുഴിയുടെ ഹാഫ് എടുത്തിട്ട്, പകുതി എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവും.
ഇതാണ് വണ്ണത്തിൻ്റെ 1/4 6.25. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നമുക്കിത് നമ്മുടെ ഒരു ബോഡി ഷേപ്പ് ഉണ്ട്. ബോഡി ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം വേസ്റ്റ് ഭാഗത്തല്ല എന്ത് എന്ന് പറയും. അതായത് ഷോൾഡറിൽ നിന്ന് ഇവിടുന്ന് ഇവിടം വരെ വയറ് വരെ ഒതുക്കമുള്ള വയറ് വരെ, വയറിൻ്റെ ഒതുങ്ങിയ ഭാഗം വരെയുള്ള കൊച്ചുങ്ങൾക്കായാലും ഉണ്ട് വലിയവർക്കായാലും ഉണ്ട്. അപ്പോൾ ഒരു ഷേപ്പ് ഭാഗമാണ് നീ കാണുന്നത്. എത്ര? 8 ഇഞ്ച്. ഇവിടുന്ന് ഷോൾഡറിൽ നിന്ന് ഇവിടുന്ന് നമുക്ക് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യും കേട്ടോ. ഈ 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് എത്ര കിട്ടി? 6.25. ഒന്നും കൂടെ ആകുമ്പോൾ 7. അതിനേക്കായാലും 1 ഇഞ്ച് കൂടെ കുറച്ചാണ് ഈ ഷേപ്പിൻ്റെ അടുത്ത് വരുന്നത്. ഇവിടെ എടുത്തതിനേക്കാളും 1 ഇഞ്ച് കൂടെ കുറച്ച് ഇവിടെ വരും. അപ്പോൾ ഇങ്ങനെ വരും കണ്ടോ. ചെസ്റ്റ് വേസ്റ്റ് ഭാഗത്തെ വണ്ണം ഇവിടെ നമുക്ക് ചെസ്റ്റ് വണ്ണം എത്ര കിട്ടിയോ അതിനേക്കാളും 1 ഇഞ്ചോ 1/2 ഇഞ്ചോ കുറയ്ക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഷേപ്പ് എടുക്കും. ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഈ സൈഡ് വരുന്നിടത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇങ്ങനെ നമുക്ക് ഷേപ്പ് എടുക്കാം കണ്ടോ. ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഇങ്ങനെ ഷേപ്പ് എടുക്കാം. അപ്പോൾ ഇത് ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താ കാണുന്നത്? നെക്ക് വിത്ത് നെക്ക് ലെന്ത്. ഇപ്പം നെക്ക് വിത്ത് 2 ഇഞ്ചാണ്. അപ്പം ഇവിടുന്ന് 2 വരുമ്പോൾ വൈഡ്, നെക്ക് വിത്ത് എന്ന് പറയുമ്പോൾ വൈഡ് 2 ഇഞ്ച് വരുമ്പോൾ 4 വരും കേട്ടോ. മടക്കിയിടുമ്പോൾ ഇത് മടക്കിയിട്ടുകൊണ്ടാണ് 2 ഇഞ്ച് എടുത്ത് ഇവിടുന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. നെക്ക് ലെന്ത് 4 ഇഞ്ച്, 4 4.5 എടുക്കാം. 4.5 എടുക്കാം കേട്ടോ. നെക്ക് ലെന്ത് 4.5 ഇഞ്ച് കണ്ടോ. നെക്ക് വിത്ത് 2 ഇഞ്ച്, നെക്ക് ലെന്ത് 4.5 ഇഞ്ച്. ഓക്കെ, ഈ കോർണറിൽ നിന്ന് ഇതേപോലെ ഈ ഷേപ്പ് എടുക്കാൻ വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്ത് നെക്ക് റൗണ്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് ബാക്ക് നെക്ക് ഇതിനേക്കാളും 1/2 ഇഞ്ച് കയറി എടുക്കുക, അല്ലെങ്കിൽ ഒന്നിച്ച് വെട്ടാം. അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ. ഇനി ഞാനിത് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി കൂടെ മനസ്സിലാകും. നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ 3ാമത്തെ ക്ലാസ് ആണ്. ഫീസ് ഇല്ലാതെ പഠിക്കുന്നത് കേട്ടോ. യൂട്യൂബിൽ ഫീസ് ഇല്ലാതെ പഠിക്കുന്നത് 3ാമത്തെ ക്ലാസ് ആണ്. അപ്പം എല്ലാവരും പഠിക്കണം, നല്ല മനസ്സിലാക്കണം, നല്ലോണം ചെയ്യണം കേട്ടോ. ഓക്കെ, സംശയങ്ങൾ ചോദിക്കണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് അറിയുള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഒരു 5 മുതൽ 7 വയസ്സ് വരെയുള്ള കൊച്ചിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. ഇനി നമുക്ക് തുണിയിൽ എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഏത് തുണിയായാലും നമ്മൾ 4ആയിട്ട് മടക്കിയാണ് ഇടുന്നത്. തുണിയുടെ തേരുവശം ഇങ്ങനെ മടക്കി ഇതിപ്പോൾ 2ആയിട്ട് മടക്കിയിരിക്കുന്നത്. ഒന്നുകൂടെ മടക്കുമ്പോൾ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 4ആയിട്ട് മടക്കിയതിന് ശേഷം അല്ല, കറക്റ്റ് ഇങ്ങനെ വെക്കുക. ഇതാണ് ലെന്ത്. ഇങ്ങനെ എടുക്കുന്നതാണ് ലെന്ത്, ഇങ്ങനെ എടുക്കുന്നത് വണ്ണം. അപ്പോൾ അത് മനസ്സിലായല്ലോ. നമ്മുടെ ടേപ്പിന്റെ ഒരു സൈഡിൽ വലിയ സംഖ്യ ഉണ്ട്, ചെറിയ സംഖ്യ ഉണ്ട്. ഇതാണ് ചെറിയ സംഖ്യ കാണുന്നതാണ് സെന്റിമീറ്റർ, വലിയ സംഖ്യ ഇഞ്ച്. ഇപ്പൊ നമുക്ക് കട്ടിങ്ങിനൊക്കെ നമുക്ക് ഇഞ്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇഞ്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മെഷർമെന്റ് എടുക്കുന്നതൊക്കെ ഇഞ്ചിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സെന്റിമീറ്റർ ആകുമ്പോൾ തുണി അളക്കാനാണ്, എത്ര മീറ്റർ വേണമെന്ന് അറിയാനാണ്. അപ്പം നമുക്ക് ഇഞ്ചിലാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടുന്ന ഇറക്കം എത്രയാന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടുക. കുട്ടിക്ക് വേണ്ടുന്ന ഇറക്കം എത്രയാന്ന് വെച്ചിട്ട് അതിൻ്റെ. അപ്പം ഞാൻ ഇവിടെ ഒരു അളവെടുത്ത് വെച്ചിട്ടുണ്ട്. ആ അളവെടുക്കുന്ന രീതി ഞങ്ങൾ പറഞ്ഞുതരാം. കണ്ടോ, ഞാനൊരു ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് തോൾ ഭാഗത്തുനിന്ന്, അതായത് നെക്കിന്റെ ഈ ഷോൾഡറില്ലേ, ഈ ഭാഗത്ത് നിങ്ങളൊരു കൊച്ചിന്റെ ഉടുപ്പ് എടുത്തിട്ട് ഇതേപോലെ എടുത്താൽ മതി. അപ്പൊ ഈ ഭാഗത്തുനിന്ന് ടേപ്പ് നമ്മൾ 1 മുകളിൽ വെക്കുക. എന്നിട്ട് നേരെ വെച്ചിട്ട് ഇവിടുന്ന് എന്ത് വരെ വേണം ഇറക്കാം. ഞാൻ പറഞ്ഞത് ബോഡി പറഞ്ഞു തന്നത് 18 ഇഞ്ച്, അതിൻ്റെ കൂടെ 20 ഇഞ്ച്, 2 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 20 ഇഞ്ച്. അപ്പൊ മനസ്സിലായല്ലോ. ഇറക്കത്തിന്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുക. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതേപോലെ ടേപ്പ് ഞാൻ വെച്ചിട്ട്
ഇറക്കം എത്രന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടുക. ഓക്കെ, അപ്പൊ ആ ഇറക്കം എടുത്തു കഴിഞ്ഞ് തുണി ഇവിടെ ഒന്ന് ലെവൽ ചെയ്യണം കേട്ടോ. ആദ്യം നമ്മൾ തുണി ഒന്ന് ലെവൽ ചെയ്യാം. ലെവൽ ചെയ്തതിന് ശേഷം ഇറക്കം എത്രന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുക. അത്രയും മനസ്സിലായല്ലോ? ഇത്രയും നമുക്ക് ഇനി ഇതിന്റെ ഈ അളവിലാണ് നമുക്ക് മെഷർമെന്റ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇറക്കം കിട്ടി, ഇറക്കത്തിന്റെ 2 ഇഞ്ച് കൂടെ കൂട്ടി അത് മടയാളപ്പെടുത്തി അല്ലേ. ഇനി നമുക്ക് എടുക്കേണ്ടത് ഷോൾഡർ എടുക്കുന്നത് ഈ ജോയിന്റ് ഇവിടെ മുതൽ ഇവിടം വരെ കണ്ടോ, ഇങ്ങനെ നോക്കണം. ഉടുപ്പിന്റെ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ അറ്റം മുതൽ ഈ ഷോൾഡർ മുതൽ തോള് മുതൽ ഈ തോള് വരെ 10 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പകുതി എടുക്കണം. ഷോൾഡർ എടുക്കുമ്പോൾ എപ്പോൾ എടുത്താലും നമ്മൾ അതിന്റെ പകുതിയാണ് എടുക്കുന്നത് കേട്ടോ. ഷോൾഡറിന്റെ പകുതി ഏത് മെഷർമെന്റ് കട്ട് ചെയ്യുമ്പോൾ ഏത് ഡിസൈൻ അല്ല എന്ത് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ എടുക്കുന്നത് ഷോൾഡറിന്റെ പകുതിയാണ്. ഇപ്പൊ നൈറ്റി ആയാലും ചുരിദാർ ആയാലും ബ്ലൗസ് ആയാലും എന്ത് തയ്ച്ചാലും കിട്ടിയ ഷോൾഡറിന്റെ പകുതി. അതേപോലെ നമുക്ക് ഇവിടെ 10 കെട്ടി അതിന്റെ പകുതി 5 മാർക്ക് ചെയ്യുക കേട്ടോ. ഇപ്പൊ നമ്മള് ഷോൾഡറിന്റെ പകുതി മാർക്ക് ചെയ്തല്ലോ, കണ്ടല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 10 10ന്റെ പകുതി 5. ഓക്കെ, ആ 5 നമ്മൾ ഷോൾഡറിൽ നിന്നാണ് എപ്പോഴും കൈക്കുഴി പോകുന്നത് കേട്ടോ. ഷോൾഡറിൽ നിന്നാണ് എപ്പോഴും കൈക്കുഴി പോകുന്നത്. കൈക്കുഴി എടുക്കുന്നത് വേണ്ടേ, നമ്മൾ അളവുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക. ഈ ഭാഗത്തുനിന്ന് ടേപ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് നോക്കുക, 5 ഇഞ്ച് എടുക്കുക കേട്ടോ. 5 ഇഞ്ചാണ് ഉള്ളത്. 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷോൾഡറിൽ നിന്ന് നമ്മൾ എടുത്തു. ഷോൾഡറിൽ നിന്ന് കൈക്കുഴി വന്നേക്കുന്നത് 5 ഇഞ്ച്. അപ്പൊ അത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഷോൾഡറിൽ നിന്ന് കൈക്കുഴി വന്നേക്കുന്നത് 5 ഇഞ്ച്. അപ്പൊ അവിടുന്ന് നേരെ ഇങ്ങനെ ലൈൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് ഈ 5 ഇഞ്ച് എടുത്തിടത്താണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ വരുന്നത് കേട്ടോ. ഈ 5 ഇഞ്ച് എടുത്ത് കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുത്തില്ല, ഷോൾഡറിന് കൈക്കുഴി എടുത്തില്ലേ, അവിടെ നിന്നാണ് നമുക്ക് ചെസ്റ്റ് വണ്ണം വരുന്നത്. ചെസ്റ്റ് വണ്ണം എത്രയായിരുന്നു? 26. 26നെ 4 കൊണ്ട് ഹരിക്കുമ്പം നമുക്ക് കിട്ടുന്നത് 6.5 വരും. മനസ്സിലായല്ലോ? 26നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ 6.5 വരും. ആ 6.5 ഈ കൈക്കുഴിയും ഇതുകൂടെ ചെസ്റ്റ് വൺ ലൈൻ കൂടെ ചേർന്നെടുത്ത് നോക്കാം. 6.5 മാർക്ക് ചെയ്തതിനു ശേഷം 1 ഇഞ്ചും കൂടെ ലൂസ് കൂട്ടുക. 6.5 + 1 അപ്പൊ 7.5 എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ വണ്ണം ലൂസ് എന്ന് പറയുമ്പോൾ തയ്യൽ തുമ്പോട് കൂടി ചേർന്ന് തയ്യൽ തുമ്പിന് വേറെ എടുക്കണം. ഇത് ബോഡി ലൂസാണ്. 6.5 ബോഡി വണ്ണം, കറക്റ്റ് വണ്ണം, അതിന്റെ ബോഡി ലൂസ് 1 ഇഞ്ച് കൂട്ടി. പിന്നെ തയ്യൽ തുമ്പിന് നമുക്ക് 1 ഇഞ്ച് കൂട്ടാം കേട്ടോ. അത് പിന്നെ പറഞ്ഞുതരാം. ഇപ്പം കറക്റ്റ് വണ്ണം എത്രന്ന് വെച്ചിട്ട് വണ്ണത്തിന്റെ 4ൽ 1 ഭാഗം എടുത്ത് മാർക്ക് ചെയ്യുക. പിന്നെ 1 ഇഞ്ച് കൂടെ ബോഡി ലൂസ് കൂട്ടുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ് ഷേപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, അതായത് വേസ്റ്റ് ഭാഗത്തെ ലെന്ത്, ബോഡി ഷേപ്പ് നമുക്ക് വലിയവർക്കായാലും കൊച്ചുകാർക്കായാലും എല്ലാവർക്കും നമ്മുടെ ഇവിടെ ഒരു ഷേപ്പ് ഉണ്ടാവും. അപ്പൊ അത് ഇവിടത്തേക്കാളും കുറവല്ല ഇങ്ങോട്ട് വന്നേക്കുന്നത് വണ്ണം. അപ്പൊ അവിടെ നോക്കണം, ഇവിടെ ഒതുക്കാം. ഒരു 8.5 ഇഞ്ചോ 8 ഇഞ്ചോ എടുക്കാം. അതിങ്ങനെ ഷോൾഡറിൽ നിന്ന് ഇവിടുന്ന് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ആ ലൈൻ 8.5 എവിടാന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. അവിടുത്തെ വണ്ണം നമ്മൾ ഇവിടെ എത്ര ആയിരുന്നു നേരത്തെ? 6.5 1 കൂടെ അപ്പൊ 7.5. ഇവിടെ നമുക്ക് 7 എടുത്താൽ മതി. ഒരു 1/2 ഇഞ്ച് കൂടെ ഷേപ്പ് എടുത്താൽ മതി കേട്ടോ. കുറഞ്ഞ മതി. ഇവിടെ ചെസ്റ്റ് വണ്ണത്തിനേക്കാളും 1/2 ഇഞ്ച് കൂടെ കുറച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു നല്ല ഷേപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ 1 ഇഞ്ച് കുറയ്ക്കുക. ബെറ്റിക്കോട്ടാകുമ്പോൾ ഷെമ്മീസ് ആകുമ്പോൾ ഇച്ചിരി ലൂസ് കിടന്നോട്ടെ. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് കുറച്ചാൽ മതി. ചുരിദാറിനൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഷേപ്പ് മാറ്റും. അപ്പൊ ഇത് ലൂസ് വേണമല്ലോ, അതുകൊണ്ടാണ് വലിയതായിട്ട് കുറയ്ക്കാത്ത 1/2 ഇഞ്ച് ആക്കിയത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് എത്ര കിട്ടിയേക്കുന്നതിന് വെച്ചിട്ട്
അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂടെ കൂട്ടുക. നമുക്കിവിടെ എത്ര കിട്ടി? 7 കിട്ടി. 7.5 കിട്ടി. 7.5യുടെ കൂടെ 3 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 10.5 വരും അല്ലേ? അപ്പൊ ഇത് മതി. ഓക്കെ. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ജോയിൻ ചെയ്യാം. കണ്ടോ? ചെസ്റ്റിന്ന് ബേസിലോട്ട് വന്നു, ബേസിന്ന് നമ്മുടെ ഇത്. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ നീളം എത്രയാന്ന് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് പോലെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് അടിച്ച് വരുന്നത് ഇങ്ങനെ തൂങ്ങിക്കിടക്കത്തില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം നെക്കിന്റെ വിത്ത് 2 ഇഞ്ച്. എത്ര? നെക്ക് വിത്ത് വൈഡ് എന്ന് പറയും 4 ഇഞ്ചാണ്. അതിന്റെ പകുതി 2 ഇഞ്ച്. നെക്ക് ലെന്ത് 4.5 ഇഞ്ച് കേട്ടോ. ഓക്കെ. എന്നിട്ട് ഇവിടെ കൂടെ 2 ഇഞ്ച് എടുക്കാം. എന്നിട്ട് ഈ രണ്ടും 4.5 വെച്ച് ഇങ്ങനെ ഒരു ബോക്സ് ആക്കി. ഓക്കെ. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് എടുത്ത് ഷേപ്പ് എടുക്കുക. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കൈ കുഴിച്ചോട്ടാണ് ഞാൻ വിട്ടുപോയി കേട്ടോ. ഇവിടെ ഈ കോർണറിൽ നിന്ന് കൈക്കുഴി ഷോൾഡറും ചെസ്റ്റ് ലൈനും വന്നല്ലോ. ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ കുഴിച്ച് വെട്ടും. ഞാൻ പടം ബോർഡിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് കൈക്കുഴി 5 എടുത്തു, 5ന് 5 ഷോൾഡർ എടുത്തു, പിന്നെ ചെസ്റ്റ് ലൈൻ എടുത്ത്. അപ്പൊ നമുക്കിവിടെ ഒരു എൽ ഷേപ്പ് പോലെ ആയി. അവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത്, എന്നിട്ട് ഈ ലെന്തിൽ നിന്ന് പകുതി മാർക്ക് ചെയ്ത് 5ന്ന് പകുതി മാർക്ക് ചെയ്യുമ്പോൾ 2.5 മാർക്ക് ചെയ്ത് 1 കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത്. ഓക്കെ. ഇനി തയ്യൽ തുമ്പ് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂട്ടി കട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മനസ്സിലാകും? ഒന്നുകൂടെ പറഞ്ഞോ. അപ്പൊ ഇറക്കം എത്രയാന്ന് വെച്ചാൽ അതിന്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുക. ഓക്കെ, അത് മനസ്സിലായല്ലോ. എപ്പോഴും തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടാണ് ഇത്. ആദ്യം തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടാണ് ഈ ഇറക്കം എടുത്തേക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ എത്രയാന്ന് വെച്ചിട്ട് അതിന്റെ പകുതി എത്ര? 10 അല്ലായിരുന്നോ? അപ്പൊ 5. ആ 5ന് കൈക്കുഴി എത്ര? 5 തന്നെ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് ചെസ്റ്റ് ലൈൻ എത്രയാന്ന് വെച്ചിട്ട് അതിന്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടുക. ചെസ്റ്റ് വണ്ണത്തിന്റെ 4ൽ 1 ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് കൂടെ ലൂസ് കൂട്ടിയിട്ട് പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂട്ടണം കേട്ടോ. നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തതായതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. പക്ഷെ കറക്റ്റ് അളവിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ തയ്യൽ തുമ്പ് മാത്രം കൂട്ടിയാൽ മതി. ഇത് ബോഡിയിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഞാൻ 6.5 പറഞ്ഞ്, വണ്ണത്തിന്റെ 4-1 6.5 പറഞ്ഞ്, പിന്നെ 1 ഇഞ്ച് ബോഡി ലൂസും കൂടെ കൂട്ടി കേട്ടോ. പിന്നെ തയ്യൽ തുമ്പാണ് കൂട്ടിയത്. പക്ഷെ നമുക്ക് ഈ അളവിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തയ്യൽ തുമ്പ് മാത്രം കൂട്ടിയാൽ മതി. വണ്ണത്തിന്റെ 4-1 ഭാഗം എടുത്തിട്ട്, ഞാനത് നോക്കിയില്ല, ഞാൻ എടുക്കുന്ന രീതി ഞാൻ പറഞ്ഞോളൂ. ഇത് ടൈറ്റ് ആണ്, അത് ഇച്ചിരി കൂടി ലൂസാക്കി എടുത്താണ് ഞാൻ അളവ് വന്നേക്കുന്നത്. ഓക്കെ. അപ്പൊ ചെസ്റ്റ് ലൈൻ കണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് ആ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് ആ ആം ഹോള് ഷേപ്പ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഇങ്ങനെ വെട്ടുക. അത് കഴിഞ്ഞിട്ട് അത്രയും കഴിഞ്ഞേ ഇനി നമുക്ക് വേസ്റ്റ് ഭാഗത്തെ ലെന്ത് നോക്കണം. ഷോൾഡറിൽ നിന്ന് ഇവിടം വരെയുള്ള ലെന്ത് 8.5 എത്രയാന്ന് വെച്ചിട്ട് അവിടെ എടുത്തിട്ട് ഈ എടുത്ത് കിട്ടിയതിനേക്കാളും 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കുറച്ച് വേസ്റ്റ് ഭാഗത്ത് വണ്ണം വേണം. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ കിട്ടിയതിനേക്കാൾ ഒരു 3 ഇഞ്ച് കൂടെ കൂട്ടി ഈ വിത്ത് എടുക്കണം, അടിഭാഗത്തെ വിത്ത്. ഓക്കെ. ഇനി നമുക്ക് അതേപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം, കട്ട് ചെയ്തെടുക്കാം കേട്ടോ. തയ്യൽ തുമ്പിന്ന് ഇവിടെ നമുക്ക് 1 ഇഞ്ച് ഇങ്ങനെ കയറ്റി കെട്ടുമ്പോ അവിടെ ഇങ്ങനെ അടിച്ചു പോകുന്ന സ്റ്റിച്ച് ഇവിടെ വരുമ്പോ തൂങ്ങിക്കിടക്കില്ല. ഉണ്ടോ? ഇത് നമുക്ക് ഞാൻ എടുത്തത് 4.5 കഴുത്തിറക്കം. ബാക്കും ഫ്രണ്ടും ഒരേ അളവിലിട്ട് കട്ട് ചെയ്ത ബാക്ക് ഇച്ചിരി കയറിയിരിക്കണമെങ്കിൽ അടുത്തത് 3.5 അല്ലെങ്കിൽ 3 ഇട്ടാൽ മതി, ബാക്കിൽ മാത്രം കേട്ടോ.
നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ഷെമ്മീസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി സ്റ്റിച്ചിങ് ആണ്. അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ചെയ്ത് കാണും, വീഡിയോ ഇടാം കേട്ടോ. അപ്പൊ എല്ലാരും വേണ്ട ഇതേപോലെ ഇരിക്കും, കണ്ടില്ലേ? കൊച്ചുങ്ങൾക്ക് ഇച്ചിരി വലിയ സൈസാണ് ഇത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ അളവിൽ നോക്കിയാൽ മതി. ആർക്കാ തയ്ക്കുന്നത് വെച്ചിട്ട് അവരെ ബോഡി അളവെടുത്തിട്ട് 4 ഭാഗം എടുത്ത് പിന്നെ ലൂസ് കൂട്ടുക, അത്രേ ഉള്ളൂ. കട്ടിങ് എല്ലാം പറച്ചിലെല്ലാം മെഷർമെന്റ് എല്ലാം ഈ രീതി തന്നെ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഞാൻ തയ്ച്ച കുറച്ച് ടോപ്പുകളും നൈറ്റിയും ഒക്കെ കാണിച്ചു തരാം. മോഡൽ നൈറ്റിയാണ്, ചുരിദാർ മോഡൽ നൈറ്റിയാണ് കേട്ടോ. ഇത് ഞാൻ കണ്ടിട്ടേക്കുന്ന നൈറ്റി തയ്ച്ചതാണ്. അപ്പോൾ ഇത് കണ്ടല്ലേ, ഈ മോഡലൊക്കെ നമ്മൾ തയ്ച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. നൈറ്റിയുടെ എല്ലാ മോഡലും കൂടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. 500 രൂപ ഫീസുള്ളൂ. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. കണ്ട, ഇതൊരു എയർലൈൻ ടോപ്പാണ്, കോളർ വെച്ചിട്ട് കണ്ടോ. എയർലൈൻ ടോപ്പാണ്, കോളർ വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, പക്കയാണ്. ഇതൊരു എയർലൈൻ ടോപ്പ് കോളർ വെച്ച്, മനസ്സിലായല്ലോ? ഈ മോഡൽ എല്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, തയ്ച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിലും പഠിക്കാൻ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിലും പറയാം. 500 രൂപ ഫീസുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഇത് കഴിഞ്ഞതിന് ശേഷം ഫ്രോക്ക് നൈറ്റിയാണ്, കണ്ടോ? ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന നൈറ്റിയാണ് ഫ്രോക്ക് നൈറ്റി. നോക്ക്, സ്ലീവിന് പഫൊന്നുമില്ല, എന്നാൽ കോളറുണ്ട്, കണ്ടോ? ഈ പോലെയുള്ള കോളറുണ്ട്. ഓക്കെ, അടിയിൽ ഫ്രില്ലുണ്ട്, ബാക്കിൽ കെട്ടുണ്ട്. ഓക്കെ, കണ്ടോ? ബാക്കിൽ നമുക്ക് വള്ളിയുണ്ട്, മനസ്സിലായല്ലോ? ഇത് കോളർ ടൈപ്പ് ഫ്രോക്ക് നൈറ്റി എന്ന് പറയും. അത് നമുക്ക് ഇപ്പം പുറത്തോട്ട് പോകണമെങ്കിലും വീട്ടിൽ നിൽക്കണമെങ്കിലും ഈ മോഡല് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയി അല്ലെ ഡ്രസ്സ് എല്ലാത്തിനും നല്ലതാണ്. വീട്ടിൽ നിൽക്കാനും നൈറ്റി ഇടാൻ മടിയുള്ളവർക്ക് നല്ലതാണ് ഈ ഫ്രോക്ക് നൈറ്റി. അത് പുറത്തോട്ട് പോകാനും നല്ലതാണ്. എല്ലാ കുട്ടികൾക്കും വലിയവർക്കും നല്ലതാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ഞാൻ പഠിപ്പിക്കുന്നത്, പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ചിങ് ചെയ്യാൻ പഠിക്കാൻ താല്പര്യമുള്ള ഒരു ക്ലാസ്സിൽ ചേരുക. 500 രൂപ ഫീസുള്ളൂ. ഇതെല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇത് മനസ്സിലായല്ലോ, ഫ്രോക്ക് നൈറ്റി ഫ്രില്ലുണ്ട്. ഇതൊരു 40 സൈസാണ്. ഞാൻ 40 ഇഞ്ച് ബോഡി വണ്ണമുള്ള ഒരാൾക്കാണ് തയ്ച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക, തയ്ച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പം അത് മനസ്സിലായല്ലോ. ഈ നൈറ്റിയിലോട്ട് പോവാം. നൈറ്റി കണ്ടോ, ഇതേ കണ്ടോ, ഇതാണ് ഡബിൾ കളർ വെച്ച് തുണിയിൽ വരുന്ന കളറും ബോർഡറും ഉള്ള കളറാണിത്. അത് ഡിസൈൻ എങ്ങനെയൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞുതരും. കണ്ടോ, ഇതൊരു മോഡൽ നൈറ്റി. ഒരു തുണിയിൽ ഈ ബോർഡറും കാണും, ഈ ഡിസൈനും ഈ പ്ലെയിൻ കാണും. അത് ആ തുണിയിൽ എങ്ങനെ എടുക്കണ്ടേന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കും കേട്ടോ. കണ്ടോ, മനസ്സിലായല്ലോ? ഇതൊരു നൈറ്റി മോഡല്. ഇത് വേറെ നൈറ്റി. ഇതൊക്കെ നമ്മൾ ചുരിദാർ ഷേപ്പ് മോഡൽ ടൈപ്പാണ്. അപ്പം നമുക്ക് ബോഡി ഷേപ്പിൽ ചുരിദാർ കട്ടിങ്ങിൻ്റെ പോലെ ചുരിദാർ ഈ മോഡൽ തയ്ക്കാം, നൈറ്റിയും തയ്ക്കാം. അപ്പം ഇതും വേറൊരു മോഡലാണ്. കണ്ടില്ലേ, ഫ്രണ്ടില് ഷോ ബട്ടൺ വെച്ചിട്ടുണ്ട്, അതിന് മാച്ചിങ് കളർ ചേർത്ത് ഈ ഡിസൈനും വെച്ച്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? വേറൊരു ഡിസൈൻ കാണിച്ചു. കണ്ടോ, ഇതും ചുരിദാർ മോഡൽ നൈറ്റിയാണ്. ഫ്രണ്ടില് മാച്ചിങ് കളർ വെച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്.
ഇന്ന മോഡൽ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതും സ്റ്റിച്ച് ചെയ്തതും പഠിപ്പിക്കുന്നതും എല്ലാം ഇതേപോലെയാണ്. ഇപ്പം നൈറ്റിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്ലെ ഫ്രോക്കായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, ഒന്ന് വാട്സപ്പിൽ വരിക, നൈറ്റ് പറഞ്ഞുതരാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പഠിക്കണമെന്നുള്ളവർ, പഠിക്കാൻ താല്പര്യമുള്ളൂ, നൈറ്റി ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ ക്ലാസ്സുകളാണ് പഠിപ്പിക്കുന്നത്. 500 രൂപ ഫീസേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഓരോ നൈറ്റികളും നിങ്ങൾക്ക് തയ്ച്ച് സെയിൽ നടത്താം, ഉപയോഗിക്കാം. ഇത് ബിസിനസ്സായിട്ട് കൊണ്ടുപോകാം. ക്ലാസ്സിൽ ചേരുക. വെറുതെ ഒത്തിരിയെങ്കിലും അറിയാവുന്നവർ, അറിയാത്തവരൊക്കെ പല രീതിയിലുള്ള ആൾക്കാർ കാണും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ്സിൽ വരിക. ഒറ്റ ടൈമുള്ള 500 രൂപ ഫീസ്. ഓക്കെ, കണ്ടോ? ഞാൻ ഇട്ടേക്കുന്ന നൈറ്റി ഇതേപോലെ ഇത് തന്നെ 40 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ കട്ടിങ് പഠിക്കാനും സ്റ്റിച്ചിങ് പഠിക്കാനും താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ വരിക. അതല്ല നിങ്ങൾക്ക് മെറ്റീരിയൽ നൈറ്റി വേണമെന്നുള്ളവർ വാട്സപ്പ് വരിക. ഓക്കെ, നമ്പർ കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.